അപ്പോൾ വ്ളോഗിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇത് നമ്മളെ മഞ്ഞളാണ് കേട്ടോ. പിന്നെ മഞ്ഞൾ വിത്ത് നട്ടതല്ല, മഞ്ഞൾ നട്ട് നോക്കിയതാണ് കേട്ടോ. കഴിഞ്ഞ വർഷത്തെ മഞ്ഞൾ വിളവെടുത്തതിന് ശേഷം വിത്ത് മുഴുവനായിട്ട് ഞങ്ങൾ ഇവിടെ ഉണക്കി പൊടിപ്പിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൽ മാത്രം ഞാൻ വേറെ എടുത്ത് വെച്ചതായിരുന്നു. അത് നട്ട് നോക്കാമെന്ന് വിചാരിച്ച് എടുത്ത് വെച്ചതാണ്. ഉണ്ടാവുമെന്നൊന്നും അറിയില്ല എന്ന് വിചാരിച്ച് നോക്കിയപ്പോൾ അത് നട്ട് നന്നായിട്ടുണ്ടായി. ഈ മഴൻ്റെ സീസണൊക്കെ കഴിഞ്ഞതോടുകൂടി അത് നന്നായിട്ടുണ്ടായി വന്നിട്ടുണ്ട്. ഇപ്പം അതിൻ്റെ വളപ്രയോഗമാണ് കേട്ടോ. വളപ്രയോഗം എന്ന് വിചാരിച്ചാൽ അങ്ങനെ വളമൊന്നും ഇട്ട് കൊടുക്കണ്ട, നനവൊന്നും അധികമൊന്നും വേണ്ടാത്തൊരു കൃഷിയാണ് നമ്മളെ ഈ മഞ്ഞൾ, ഇഞ്ചി എന്നൊക്കെ പറയുന്നത്. പിന്നെ ആണെങ്കിൽ ഈ കീടനാശിനീൻ്റെ ഉപയോഗം വേണ്ട, പിന്നെ വളപ്രയോഗം വേണ്ട, വെള്ളമൊക്കെ ഞാൻ ഇവിടെ അങ്ങനെയാണ് കേട്ടോ ചെയ്യൽ. ഞാൻ എൻ്റെ ഒരു അനുഭവം മാത്രം പറയുകയാണ്. നനയ്ക്കാമെന്ന് വിചാരിച്ചാൽ നമ്മൾ ചെടിയൊക്കെ നനയ്ക്കണോ, ശരിക്കൊന്നും നനയ്ക്കണോ, പക്ഷേ എന്നും ഒന്നും നനവും വളപ്രയോഗവും ഒന്നും ആവശ്യമില്ലാത്തൊരു കൃഷിയായിട്ടാണ് എനിക്കിത് ഈ മഞ്ഞൾ, ഈ ഇഞ്ചി അതൊക്കെ തോന്നിയിട്ടുള്ളത് കേട്ടോ. അതുകൊണ്ട് എൻ്റെ ഒരു അനുഭവം ഞാൻ പറഞ്ഞതാണ്. ചിലവരുണ്ടാവുമല്ലോ കൃഷി ചെയ്യാനും പിന്നെ നടാനൊക്കെ നല്ല ഉഷാറുണ്ടാവും. പിന്നെ അതിൻ്റെ മേളിലൊന്നും നോക്കില്ല, അതായത് കീടനാശിനി പ്രയോഗം ഉണ്ടാവില്ല. പിന്നെ അവർക്ക് അതിനൊന്നും ടൈമും ഉണ്ടാവില്ല, അതൊന്നും ഇഷ്ടമില്ലാത്തവരും ഉണ്ടാവും. പിന്നെ നനച്ചു കൊടുക്കുക അതിനൊന്നും ഒരു ഇതില്ലാത്തവരുണ്ടാവും. ഞാൻ അതിൽ പെട്ടത് തന്നെയാണ് കേട്ടോ. പിന്നെ അതിൻ്റെ മേലെ ഇങ്ങനെ നടക്കാനൊന്നും നമുക്ക് ടൈം കിട്ടില്ല. അപ്പോൾ നട്ട് കഴിഞ്ഞാൽ പിന്നെ വിളവെടുപ്പിനെ പോയി നോക്കുള്ളൂ കേട്ടോ. ഞാൻ സ്വതവേ അങ്ങനെയാണ്. അപ്പോൾ എന്നെപ്പോലുള്ള മടിയന്മാർക്ക് പറ്റിയൊരു പണിയാണ് ഞാൻ പറഞ്ഞത്. അപ്പോൾ അങ്ങനെ ചെയ്യാൻ പിന്നെ ഇഷ്ടമുള്ളവർക്ക്, അങ്ങനെ അതിൻ്റെ മേലെ നടക്കാൻ ഇഷ്ടമില്ലാത്തവർക്കൊക്കെ പറ്റിയൊരു കൃഷിയാണ് എനിക്ക് തോന്നിയത്. അതായത് ഈ മഞ്ഞൾ, ഇഞ്ചി അങ്ങനെ ഒരുപാടുണ്ടാവും കേട്ടോ. ഞാൻ ഇപ്പോൾ നട്ട് നോക്കിയത് മഞ്ഞളും ഇഞ്ചിയുമാണ്. പിന്നെ ഇതിനൊന്നും അങ്ങനെ അസുഖങ്ങൾ വരില്ല കേട്ടോ. മഞ്ഞളിനും ഇഞ്ചിക്കൊന്നും അസുഖങ്ങൾ വരില്ല. നമുക്ക് നട്ടിട്ടാൽ പിന്നെ നമുക്ക് ഇതിൻ്റെ പിന്നെ വിളവെടുപ്പിൻ്റെ ടൈമിൽ പോയി നോക്കിയാൽ കുറേ നമുക്ക് വിളവെടുക്കാൻ, പിന്നെ ഇതിന് കിഴങ്ങും ഉണ്ടാവും, ഇഞ്ചി ആയാലും ഇഞ്ചി ഉണ്ടാവും, മഞ്ഞളും ഒക്കെ. എനിക്ക് അങ്ങനെയാണ് തോന്നിയത്. ഞാൻ കഴിഞ്ഞ വർഷം ഗ്രോ ബാഗിലായിരുന്നു ഈ മഞ്ഞൾ നട്ടിട്ടുണ്ടായിരുന്നത്, ഇഞ്ചിയൊക്കെ. പക്ഷേ ഇഞ്ചി ഞാൻ വിളവെടുത്തപ്പോൾ ഒന്നാകെ വിളവെടുത്തു പോയി. അതിൽ ലാസ്റ്റ് കുറച്ച് അവിടെ വെച്ചിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഇത് പിന്നെ ഞാൻ വിത്തിഞ്ചി വാങ്ങിയതല്ല കേട്ടോ. വിത്തിഞ്ചിൻ്റെ ഒരു ആവശ്യവും നമുക്കില്ല. വിത്തിഞ്ചി നമുക്ക് വാങ്ങുമ്പോൾ നല്ലൊരു വില കൊടുക്കണം പുറത്തുനിന്ന് നമുക്ക് വാങ്ങുമ്പോൾ. അപ്പോൾ ഞാൻ ഇത് കടയിൽ നിന്ന് വാങ്ങിച്ച ഇഞ്ചി ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കി പൊട്ടിച്ചെടുത്തിട്ട് പിന്നെ ഒരു നനഞ്ഞ ഒരു തുണിയിൽ വിരിച്ചിട്ടിട്ട്, ഞാൻ അതിൻ്റെ വീഡിയോ ഒക്കെ ഉണ്ടായിരുന്നു എൻ്റെ കയ്യിൽ, പക്ഷേ ഒക്കെ നഷ്ടപ്പെട്ടു പോയതാണ്. ഞാനൊക്കെ ചെയ്യുന്നതൊക്കെ വീഡിയോ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. നിങ്ങൾക്ക് ഉപകാരപ്പെടുകയാണെങ്കിൽ ആർക്കെങ്കിലും ഉപകാരപ്പെടട്ടെ എന്ന് വിചാരിച്ച്, പക്ഷേ ഒക്കെ എൻ്റെ കയ്യിൽ നിന്ന് നഷ്ടപ്പെട്ടു പോയി. അപ്പോൾ നിങ്ങളിങ്ങനെ ചെയ്താൽ മതി. വിത്തിഞ്ചി വാങ്ങേണ്ട ഒരു ആവശ്യമില്ല. നമ്മൾ കറി വെക്കാൻ വാങ്ങുന്ന ഇഞ്ചിയിൽ നല്ലത് നോക്കിയിട്ട് ഉണങ്ങിയത് എടുത്തിട്ട് വയ്ക്കുക. എന്നിട്ട് ഒരു തുണി നനച്ചിട്ട് അതിലിങ്ങനെ പാകി വെച്ചിട്ട് കുറച്ച് ദിവസം ഒന്ന് ചെറുങ്ങനെ ഒന്ന് വെള്ളം സ്പ്രേ ചെയ്ത് കൊടുത്താൽ മതി. അപ്പോൾ അത് മുളച്ച് വരും കേട്ടോ. മുളച്ച് വന്നിട്ട് എനിക്ക് പൊത്തായിട്ട് മുളച്ച് കിട്ടി. മുളച്ച് നന്നായിട്ടൊന്നും വരണ്ട, ഏകദേശം ഒന്ന് ചെറിയ മുള വരുമ്പോൾ ആ ടൈമിൽ നമുക്ക് ഇതെടുത്ത് നടാം കേട്ടോ. അങ്ങനെ നട്ടിട്ട് എനിക്ക് കുറേ കിഴങ്ങ് കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതിപ്പോൾ ഞാൻ പിന്നെ കിഴങ്ങ് എടുത്തതിൻ്റെ ശേഷം കുറേ പൊന്തി കിടക്കുന്ന കിഴങ്ങ് ഇതുണ്ടായിരുന്നു, തൈ. ഞാനതൊന്ന് മാറ്റി നട്ടതാണ് കേട്ടോ. ഇതൊക്കെ അങ്ങനെ വേരൊക്കെ നഷ്ടപ്പെട്ടപ്പോൾ ഇത് പിന്നെ 3 ചാക്കിലാക്കിയിട്ടാണ് ഞാൻ നട്ടത്. അപ്പോൾ ഇതിപ്പോൾ ഞാൻ വേറൊരു പാത്രത്തിലേക്ക് നട്ട് കൊടുക്കുകയാണ്. അപ്പോൾ ഇത് ഉണ്ടാവുകയാണെങ്കിൽ ഉണ്ടാവട്ടെ, അപ്പോൾ ഈ പാത്രം ഒന്നും അറിയല്ലോ വിചാരിച്ചിട്ട് ചെയ്യുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാണ്ട് കാണുന്നവരാണെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, പിന്നെ ഷെയർ ചെയ്യുക. പിന്നെ അത് നട്ടതിന് ശേഷം കോഴി ചിക്കണ്ട വിചാരിച്ച് കുറച്ച് കരിയില മുകളിലിട്ടതാണ് കേട്ടോ.